ഹായ് ഫ്രണ്ട്സ്. പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ കൃത്യമായി അടവുകൾ അടക്കാത്തത് മൂലം അംഗത്വം നഷ്ടപ്പെട്ടവർക്കായി അല്ലെങ്കിൽ പെൻഷന് അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കായി ബോർഡ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, നേരത്തെ നമ്മൾ പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാലും 1-2 വർഷമൊക്കെ നമുക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് അടച്ചു തീർത്തിട്ട് നമുക്ക് പെൻഷന് വേണ്ടി അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ആ ഒരു ഇളവ് കൊറോണ സമയത്ത് നൽകിയ ഒരു ഇളവായിരുന്നു. ആ ഒരു ഇളവ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ പ്രവാസി വെൽഫെയർ ബോർഡ് നവംബർ 1 മുതൽ നിർത്തലാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ അടവും കുടിശ്ശിക അടക്കമുള്ള എല്ലാ അടവും തീർത്തവർക്ക് മാത്രമാണ് നവംബർ 1 തീയതിക്ക് ശേഷം പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു മുന്നറിയിപ്പില്ലാതെ അവരത് നിർത്തലാക്കിയത് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു ഇളവാണ് ഇപ്പോൾ പ്രവാസി വെൽഫെയർ ബോർഡ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇളവ് ആർക്കാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ 1 മുതൽ 2026 ജനുവരി 31 പെൻഷൻ പ്രായം എത്തിയവർക്ക് 1 വർഷത്തിൽ താഴെ കുടിശ്ശിക ഉള്ളവർക്കുമാണ് ഈ ഒരു ഇളവ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അത് ബോർഡിന്റെ ഉത്തരവ് ഇറങ്ങിയ ജനുവരി 30 മുതൽ ഫെബ്രുവരി 28 വരെ മാത്രമായിരിക്കും. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ 1, 2, 3 അല്ലെങ്കിൽ 4, 5 മാസത്തൊക്കെ കുടിശ്ശിക അടക്കാനുണ്ട്. അങ്ങനെ അത് അടക്കാത്തത് മൂലം നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് പെൻഷന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക അടച്ചു തീർക്കുക. ശ്രദ്ധിക്കുക, 1 വർഷത്തിൽ താഴെ കുടിശ്ശിക ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അർഹത ഉണ്ടാവുക. അതുപോലെ തന്നെ ഒക്ടോബർ 1 മുതൽ 2026 ജനുവരി 31 വരെ അതിനുള്ളിൽ പെൻഷൻ പ്രായം എത്തിയവർക്ക് അല്ലെങ്കിൽ പെൻഷന് സമയം അല്ലെങ്കിൽ പെൻഷന്റെ ഡേറ്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ഇളവുണ്ടാവുക. അത് പ്രാബല്യത്തിൽ വരുന്നത് ബോർഡിന്റെ തീരുമാനം വന്നിട്ടുള്ള 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 28 വരെ ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആദ്യം കുടിശ്ശിക അടച്ചു തീർക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പെൻഷന് വേണ്ടി അപേക്ഷിക്കുക. ഫെബ്രുവരി 28 മുന്നായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പെൻഷൻ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി തന്നെ അപേക്ഷിക്കണം. വേറെ അതിനൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ നമ്മൾ അംഗത്വം എടുത്തിട്ടുള്ള അതിൻ്റെ അംഗത്വ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണമെന്ന്. യൂസർ നെയിം നമ്മളുടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് പിന്നെ നമുക്ക് ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് വർഷം മുന്നേ അംഗത്വം എടുത്ത ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ പോയി നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ് ഉണ്ടാവും. നേരത്തെ പഴയ കാർഡാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഒരിക്കൽ പോലും നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്പർ എടുക്കുന്ന സമയത്ത് നമ്പർ കൊടുത്ത ആളുകൾ ഇപ്പോൾ നിലവിൽ ആ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയാം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് അറിയില്ല, നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കയ്യിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ നമ്പറിലോ അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ ID യിലോ ബന്ധപ്പെട്ട് ഈ ഒരു അംഗത്വ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ പുതിയ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റ് ചെയ്ത് തരും. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ജില്ലയിലുള്ള പ്രവാസി വെൽഫെയറിൻ്റെ ഓഫീസിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം നിലവിൽ പെൻഷൻ്റെ പ്രായം എത്തിയിട്ട് കുടിശ്ശിക തീർക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നിങ്ങൾ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.